Good morning to all. How are you? What about you? Fine. I am also fine. Fine. Then, this year I am your social teacher. Do you know my name? Yes, Mary Miss. Okay. പുതിയ കുട്ടികളൊക്കെ ഉണ്ടോ? New students? Yes. There any new students in our class? Just raise your hands. Also are the new students. Anshi the dish. Okay. Again? Any others, new students? Anshi the dish. Yes, miss. എവിടെയാ വീട്? Chunda. ചുണ്ടയില? Yes. നേരത്തെ സ്കൂളിലാ പഠിച്ചത്? GVHS Pulingam. ഏത് വിശ്വജ്ഞാന? No. Then GVHS Pulingam. ചുണ്ട സ്കൂൾ. Yes. എന്റെ വീട് മീൻതുള്ളിയാണ്. മീൻതുള്ളിയിലാണ് എന്റെ വീട്. എന്റെ പേര് മേരി. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, സിസ്റ്റർ. സിസ്റ്റർ ആണോ ഇരിക്കുന്നത്? അടുത്തിരിക്കുന്നത് ആരാ? സിസ്റ്റർ. സിസ്റ്ററിന്റെ പേരെന്താ? ആന്റി. നമുക്ക് പുതിയ സ്റ്റുഡന്റ് അല്ലേ? നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് വന്ന കുട്ടിയല്ലേ? നമുക്കൊരു ബിഗ് ക്ലാപ്പോട് കൂടി നമുക്ക് സ്വീകരിക്കണ്ടേ? അല്ലേ? നമുക്കൊരു ബിഗ് ക്ലാപ്പ് കൊടുത്താലോ? Thank you. Everybody have a textbook? Social textbook? Social studies? Eric? സുഖം തന്നെയല്ലേ? Yes. Yes. എല്ലാവരും all of you take page number 218. 218 എന്നിട്ട് 218. Yes. അവിടെ നിന്നിട്ടാണ് നമ്മുടെ സോഷ്യൽ ലെസൺ തുടങ്ങുന്നത്. സോഷ്യൽ സ്റ്റഡീസിന്റെ ലെസൺ തുടങ്ങുന്നത് അല്ലേ? എല്ലാവരും എടുത്തോ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 218. Okay. 218. 218. Keep the school clean. നമ്മൾ സ്കൂളിൽ വരുന്നില്ലല്ലേ? ഇപ്പം വീട്ടിലല്ലേ ഉള്ളത്? ഇപ്പൊ
ഇവിടെ കീപ് ദ സ്കൂൾ ക്ലീൻ. നമ്മുടെ സ്കൂളിൽ വരികയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ സ്കൂളും നമ്മുടെ വീടും പരിസരവും എല്ലാം എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണ്ടേ? നീറ്റ് ആയിട്ടിരുന്നാലല്ലേ അസുഖങ്ങൾ ഉണ്ടാവുകയില്ല. നമ്മളും നല്ല ഹൈജീൻ ആയിരിക്കണം അല്ലെ? അപ്പൊ ഇവിടെ കീപ് ദ സ്കൂൾ ക്ലീൻ. നിങ്ങൾ സ്കൂളിൽ വരാത്തതുകൊണ്ട് നിങ്ങളുടെ വീടുകൾ ക്ലീൻ ആക്കുക. ഓക്കെ. ദ സ്വച്ഛ് ഭാരത്, ദ സ്വച്ഛ് വിദ്യാലയം. സ്വച്ഛ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലീൻ ഇന്ത്യ, ക്ലീൻ സ്കൂൾ. Is a program to promote cleanliness in school. Clean India, clean schools. അത് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് നടപ്പാക്കിയതല്ലേ? അതായത് പ്ലാസ്റ്റിക്, അങ്ങനെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് ശേഖരിച്ചുകൊണ്ട് പോകില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ എന്താ ചെയ്തത്? നമ്മുടെ വീടിൽ നിന്ന് എവിടെ വലിച്ചെറിയുകയായിരുന്നു പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും എല്ലാം, കുപ്പികളും എല്ലാം. ഇപ്പൊ അവര് വന്ന് സ്വച്ഛ് ഭാരതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവര് വന്ന് വീടുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് പോകും അല്ലെ? ഇവിടെ നമ്മൾ സ്കൂളുകളിൽ എന്ത് ചെയ്യണം? എ ക്ലീൻ സ്കൂൾ ബിഗിൻസ് വിത്ത് എ ക്ലീൻ ക്ലാസ് റൂം. സ്കൂള് മൊത്തം വൃത്തിയാക്കാൻ നമുക്ക് പറ്റൂല. വലിയ സ്കൂൾ, നമ്മുടെ സ്കൂൾ ഇപ്പോൾ വലിയ സ്കൂളായില്ലേ അല്ലെ? നമുക്കത് മൊത്തം വൃത്തിയാക്കാം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ക്ലാസ് റൂമുകൾ വൃത്തിയാക്കണം. ആദ്യം നമ്മുടെ ക്ലാസ് റൂമുകൾ വൃത്തിയാക്കണം. A clean school begins with a clean classroom. How can we keep our classroom clean? എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നത്? നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ പെൻസിൽ ഷാർപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഇതെല്ലാം വേസ്റ്റ് എല്ലാം ക്ലാസ് ബെഞ്ചിന്റെ അടിയിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ പേപ്പർ കീറിയെന്ന് ബെഞ്ചിന്റെ അടിയിലേക്ക് ഇടുന്നു. അതൊക്കെ ക്ലീൻ ആണോ? അതൊക്കെ ക്ലീൻനെസ് ആണോ? അല്ല. അതൊക്കെ വേസ്റ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡസ്റ്റ്ബിനിൽ ഇടുക. ക്ലാസ് റൂമുകളെല്ലാം നീറ്റ് ആയിട്ടിരിക്കും. ഓക്കെ. വി മസ്റ്റ് ത്രോ പെൻസിൽ ഷേവിങ്സ് ഇൻ ദ ഡസ്റ്റ്ബിൻ. നമ്മള് പെൻസിൽ ഷാർപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഷേവിങ്സ്, അതിന്റെ പേപ്പർ എല്ലാം എവിടെ ഇടണം? ഡസ്റ്റ്ബിനിൽ ഇടണം. അപ്പൊ നമ്മുടെ ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കും. ആഫ്റ്റർ ആൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പീരിയഡ് വി മസ്റ്റ് ക്ലിയർ അപ്പ് ദ റൂം. ഇപ്പൊ നമുക്ക് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കും. അന്നേരം എന്ത് ചെയ്യണം? കീറി പേപ്പർ എല്ലാം കീറി ക്ലാസ്സിലേക്ക് ഇടുകയാണോ ചെയ്യണ്ടേ? അല്ല. അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടുക. ദാറ്റ് ഈസ് റൈറ്റ്. നൗ ലെറ്റ് us see how we can keep our school clean. അതൊക്കെ ക്ലാസ് റൂമുകളിൽ ചെയ്യുന്നത്. സ്കൂളിൽ വന്നാല് ഇപ്പൊ മഴക്കാലം വരുന്നെങ്കിൽ കുടയൊക്കെ നനഞ്ഞൊക്കെ വരുന്നുണ്ടെങ്കിൽ കുടകളൊക്കെ ഒരു കോർണറിൽ വെക്കുക. പിന്നെ ലഞ്ച് ബോക്സ് എല്ലാം ഒരു സൈഡിൽ വെക്കുക. അങ്ങനെ എല്ലാം നീറ്റ് ആയിട്ട് വെക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ ടേബിൾ, സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ, ബുക്കുകളെല്ലാം എന്നാ ചെയ്യണം? ചെതറിച്ചിടണം അല്ലേ? അങ്ങനെയാണോ ചെയ്യണ്ടേ? ചെതറിച്ചിടുവാണോ ചെയ്യണ്ടേ? അല്ല. എല്ലാ ബുക്കുകളും ഓരോ സെറ്റിന് നന്നായിട്ട് അടുക്കി വെക്കുക. ബുക്കുകളെല്ലാം കവർ ചെയ്യണം. നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കെല്ലാം കവർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? എല്ലാത്തിലും നീറ്റായിട്ട് പേരെഴുതണം, സബ്ജക്റ്റിന്റെ നെയിം എഴുതണം. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ലേ, ആരും ടീച്ചർ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെ വെറുതെ അങ്ങോട്ട് ഇട്ടേക്കുമായിരിക്കും അല്ലെ? ആരെങ്കിലും ബുക്കിൽ പേരെഴുതിയോ? ടെക്സ്റ്റ് ബുക്കിലൊക്കെ പേരെഴുതിയോ? കവർ ചെയ്തോ? കവർ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്തവര്? വെരി ഗുഡ്. അൻഷി രതീഷ്. പിന്നെ കാണിച്ച കവർ ചെയ്ത ടെക്സ്റ്റ് ബുക്കുകള്. വെരി ഗുഡ്. നമ്മുടെ പിള്ളേരൊക്കെ നല്ല പിള്ളേരല്ലേ? നിങ്ങൾ ട്രൂ ലൈറ്റിലാണ് പഠിക്കുന്നത്. അപ്പൊ ട്രൂ ലൈറ്റില് നമ്മള് സ്കൂളിൽ തന്നെ നമ്മൾ നീറ്റ്നെസ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? ബുക്കൊക്കെ കിട്ടുന്ന കവർ ചെയ്യും അല്ലെ? പേരെഴുതും. നോട്ട് ബുക്കൊക്കെ കവർ ചെയ്ത് പേരെഴുതും. നിങ്ങളുടെ ടേബിൾ, സ്റ്റഡി ടേബിളിലാണെങ്കിൽ ബുക്കുകളെല്ലാം നന്നായിട്ട് അടുക്കി വെക്കുക. പെൻസിലൊക്കെ ഒരു പെൻസിൽ ബോക്സ്, ഇപ്പൊ ഒന്നുമില്ലെന്ന് വിചാരിച്ചോ, പെൻസിൽ ബോക്സ് ഒന്നുമില്ല, ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ പെൻസില്, റേസർ, ഷാർപ്പനർ എല്ലാം അതിലേക്ക് വെക്കുക. എല്ലാം ഓർഡർ ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെയാകുമ്പോൾ നല്ല നീറ്റ് ആയിരിക്കും. ഡു നോട്ട് റൈറ്റ് ഓൺ ദ വാൾസ് ഓർ ഡെസ്ക്. ചില കുട്ടികളുണ്ട് സ്കൂളിൽ വന്നാൽ ഡെസ്കിൽ ഇങ്ങനെ പെന്നും പെൻസിലും കൊണ്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കും അല്ലെ? അത് നീറ്റായിട്ട് നിങ്ങളുടെ ക്ലാസ് റൂം സൂക്ഷിക്കുവോ? ഇല്ല.
ഭിത്തിയിലൊക്കെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചു വെക്കും, അല്ലെങ്കിൽ ക്രയോൺസ് കൊണ്ട് വരച്ചു വെക്കും. അങ്ങനെ വരയ്ക്കാൻ പാടുണ്ടോ? ഇല്ല, വരയ്ക്കരുത്. ഡു നോട്ട് റൈറ്റ് ഓൺ ദ വാൾസ് ഓർ ഡെസ്ക്. ത്രോ ഓൾ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. എല്ലാ വേസ്റ്റുകളും ഡസ്റ്റ്ബിന്നിൽ ഇടണം. ഓക്കെ. ഡു നോട്ട് ഡ്രോ ഫുഡ് ഓർ സ്പിൽ വാട്ടർ ഇൻ ദ ക്ലാസ് റൂം ഓർ ഇൻ ദ കോറിഡോർ. ചോറുണ്ണുമ്പോ സ്കൂളിൽ വന്ന് ചോറിനാൻ എഴുതിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിന്റെ വട്ടത്തിൽ ഇങ്ങനെ ബോക്സിലുള്ള ചോറിനേക്കാളും ഉണ്ടാവും അല്ലേ? അങ്ങനെയാണോ തിന്നണ്ടേ? അല്ല, ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കാതെ, വെള്ളമൊന്നും പുറത്തേക്ക് കോറിഡോറിലൊന്നും ഒഴിക്കാതെ, കുടിക്കുമ്പോ പകുതി വെള്ളം നിലത്തല്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഡു നോട്ട് ഡ്രോപ്പ് ഫുഡ് ഓർ സ്പിൽ വാട്ടർ ഇൻ ദ ക്ലാസ് റൂം ഓർ ഇൻ ദ കോറിഡോർ. ഡു നോട്ട് സ്പിൽ വാട്ടർ ഓൺ ദ ടോയ്ലറ്റ് ഫ്ലോർ. someone may slip and get hurt. ഇനി ബാത്റൂമിലൊക്കെ പോകുമ്പോ അവിടെ ഫ്ലോറിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടാൽ എന്ത് ചെയ്യും? വരുമ്പം സ്ലിപ്പായി വീഴും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തു. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. ഓരോ പ്രാവശ്യവും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് നിങ്ങളുടെ കൈകൾ നന്നായി കഴുകണം. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ അങ്ങനെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നല്ലേ സോപ്പ് കൊണ്ട് കൈ കഴുകാൻ. ഇപ്പൊ നമ്മള് എപ്പോഴും കഴുകുകയാണല്ലേ? അല്ലെ? സോപ്പ് കൊണ്ട് ഒത്തിരി കഴുകുന്നു, സോപ്പ് ഒത്തിരി ഉപയോഗിക്കുന്നില്ലേ? ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, അല്ലേ? നമ്മളിപ്പം നന്നായിട്ട് പഠിച്ചു അല്ലേ? വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. when else you wash your hands. എപ്പോഴൊക്കെയാ നിങ്ങൾ കൈകൾ കഴുകേണ്ടത്? ഇപ്പം പുറത്തു പോയിട്ട് വന്നാലും, കൊറോണയുടെ സമയമായതുകൊണ്ട് പുറത്തു പോയിട്ട് വരുമ്പോഴും എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ്. പക്ഷെ സ്കൂളിലായിരിക്കുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വി ഈറ്റ്, ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണം കഴിഞ്ഞും നമ്മൾ കൈകൾ കഴുകണം. Who will tell me the benefits of a clean school? നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കൂളിന്റെ ബെനിഫിറ്റ്സ് എന്താ? I can win the full attendance certificate. I will not fall sick often. വൃത്തികേടായ ഒരു സ്കൂളും സ്കൂളിന്റെ പരിസരവും അല്ലെങ്കിൽ വീടിന്റെ പരിസരവും ആയാൽ എന്ത് സംഭവിക്കും? നമുക്ക് അസുഖങ്ങൾ വിട്ടുമാറില്ല. എപ്പോഴും എന്തെങ്കിലും ജലദോഷമായി, പനിയായി, ചുമയായി, അല്ലെ? എപ്പോഴും അസുഖങ്ങളായിരിക്കും. നമുക്ക് വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണെങ്കിലോ നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും. വൃത്തികേടായ ഒരു സ്ഥലത്താണെങ്കിലോ സ്മെല്ലും ഇതും ഡസ്റ്റും ഇതൊക്കെ ആകുമ്പോൾ ചുമയായി, പനിയായി, അല്ലേ? അപ്പൊ നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല. മൈ ഹെൽത്ത് വിൽ ഇംപ്രൂവ്. നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും. ആൻഡ് ഒരു ജേംസും I will not catch germs. നമുക്ക് ഒരു ജേംസും അണുബാധകളൊന്നും ഉണ്ടാവില്ല. From this year, we will have a cleanliness monitor for the class. നമ്മള് ഇവിടെ ടീച്ചർ പറയാണ്, ഈ വർഷം തൊട്ട് നമ്മൾ ഒരു മോണിറ്റർ എന്ന് പറഞ്ഞ ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കണം. എന്തിനുള്ള ലീഡർ? ക്ലീൻനെസ് മോണിറ്റർ. Here teacher call one boy. Nilofer, come and take your badge. Friends, let us work together to keep our school clean and tidy. Teacher പറയാണ്, ലീഡർ പറയാണ്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കൂൾ നീറ്റായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാം. നമ്മുടെ സ്കൂൾ മാത്രമല്ല, വീടും. Okay. This is just the introduction. Now lesson 1, up in the sky. എന്താണ് ലെസണിന്റെ പേര്? up in the sky. Lesson 1, up in the sky. up in the sky. രാജേഷ്, അലൻ തോമസ് എന്താ?
Okay, up in the sky. Then we start the lesson name up in the sky. What can you see in the sky? എന്തൊക്കെ കാണാൻ കഴിയും നിങ്ങൾക്ക്? സ്റ്റാറിനെ കാണാൻ കഴിയും, സണ്ണിനെ കാണാൻ കഴിയും, പിന്നെ എന്തൊക്കെയാ? മൂൺ അല്ലേ? Okay, here one simple exercise for you. Where do you see the following? Here some words are given. That words, where do you see the following? Alright, S for sky. If it is see in the sky, you can write yes. നമുക്ക് സ്കൈയിലാണ് കാണാൻ കഴിയുന്നതെങ്കിൽ അതിന് അവിടെ yes എന്ന് എഴുതണം. അല്ലെങ്കിൽ നമുക്ക് ലാൻഡിലോ ഭൂമിയിലോ കാണാൻ കഴിയുന്നതെങ്കിൽ അവിടെ എൽ എന്ന് എഴുതണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ വേഗം എഴുതാൻ പറ്റുമോ എന്ന്. Where do you see the following? Right, S for sky or L for land. ഭൂമിയിൽ കാണാവുന്ന എൽ എന്ന് എഴുതണം, സ്കൈയിൽ കാണാവുന്നതാണെങ്കിൽ എസ് എന്ന് എഴുതണം. ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന്. കിട്ടിയോ ആർക്കെങ്കിലൊക്കെ ആൻസർ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, പെട്ടെന്ന് എഴുതുന്ന കുട്ടികൾ. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം അല്ലേ? കിട്ടിയോ ആൻസർ? എല്ലാ ആൻസറും കിട്ടിയവരുണ്ടോ? ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്സ്. Who got all answers? Very good. തേർഡ് ക്ലാസ് കുട്ടികൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ സ്മാർട്ട് ചില്ലറാണ്. ഓക്കെ, now I will tell the answer. Sun. Where do you see the sun? Sky or land? Sky. So അവിടെ എന്ത് എഴുതണം? എസ് എന്ന് എഴുതണോ എൽ എന്ന് എഴുതണോ? യെസ് എന്ന് എഴുതണം. ഓക്കെ, എഴുതിയോ എല്ലാവരും? നെക്സ്റ്റ് സെക്കൻഡ് വൺ, നമ്പർ 2, ഹൗസ്. Where do you see the house? Where do you see the house? Sky or land? Land. Very good, Anita Philip. Land. Then you write L. Next, trees. Trees. Where do you see the trees? Sky or land? Land. L. Next, bridge. Bridge. Land. ഭൂമിയിലല്ലേ ബ്രിഡ്ജ് ഒക്കെ ഉള്ളത്? ആകാശത്ത് ബ്രിഡ്ജ് ഉണ്ടോ? ഇല്ല. So next, stars. Stars. Where do you see stars? In the sky. Then you write the
Yes. Next one is 6. Hill. Hill we can see land. L. Moon. 717 moon. Moon. We can see moon in the sky. So yes. River. River. We can see river, the land, on the land, on the land, L. Next snow. മഞ്ഞ് എവിടെയാണ് കാണുന്നത്? ആ സ്കൈയിലാണോ ലാൻഡിലാണോ? സ്നോ എവിടെയായിരിക്കും? സ്നോ. നമ്മള് മഞ്ഞ് മൂടി കിടക്കുവാന്നൊക്കെ എങ്ങനെയാ പറയുന്നത്? താഴേക്ക് നോക്കി പറയുമോ മുകളിലേക്ക് നോക്കി പറയുമോ? അപ്പടി മഞ്ഞാണല്ലോ എന്നൊക്കെ. മുകളിലേക്ക്. അപ്പം എവിടെയായിരിക്കും? യെസ്. ഓക്കെ. നൗ അപ്പ് ഇൻ ദ സ്കൈ. നമ്മള് സ്കൈയിൽ കാണുന്ന എല്ലാ സംഗതികളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. What do you see when you look at the sky? എന്തൊക്കെ കാണാൻ കഴിയും? Sun, moon, stars. അല്ലേ? During the day, what can you see during the day in the sky? Can you see stars in the daytime? No. Can you see moon? Sorry, moon during the daytime? No. We can see sun in the sky during the daytime. Okay. നമുക്ക് ഡേ ടൈമിൽ എന്താ കാണാൻ കഴിയുന്നത്? സണ്ണിനെയാണ് കാണുന്നത് അല്ലേ? സണ്ണിന്റെ സ്പെല്ലിംഗ് എന്താ? SUN. SUN സൺ, സൂര്യൻ. SON നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സൺ വഴി പഠിക്കൂലേ? SON സൺ എന്ന് പറഞ്ഞാൽ എന്താ? അമന്ന രാജേഷ് കൈ നോക്കുന്നുണ്ടല്ലോ. അമന്ന രാജേഷ് പറഞ്ഞു. മ്യൂട്ട് ചെയ്തു, അൺമ്യൂട്ട് ചെയ്തു. മകൻ. ആ മകൻ. Okay. Then SUN സൺ, സൂര്യൻ. നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എക്സാമിലൊക്കെ എഴുതുമ്പോൾ സൺ അറിയാം, പറയാനറിയാം, പക്ഷെ സ്പെല്ലിംഗ് അറിയത്തില്ല. SON എഴുതും, SUN എഴുതും, സൂര്യന് അല്ല. സൂര്യൻ എങ്ങനെയാ സ്പെല്ലിംഗ് എന്താണ്? SUN സൺ. SUN സൺ. During the day you see the sun. At night you see the moon and the stars. അല്ലേ? രാത്രിയിൽ എന്തൊക്കെയാ കാണുന്നത്? മൂണിനെയും സ്റ്റാർസിനെയാണ് കാണുന്നത്. ഡേ ടൈം sun. The sun, the moon and the stars are called heavenly bodies. Heavenly bodies. What are heavenly bodies? The sun, the moon and the stars are called heavenly bodies. Heavenly bodies. The sun, the sun, the moon and the stars are called heavenly bodies. Text book നോക്കണം എല്ലാവരും. The sun, the moon and the stars are called heavenly bodies. The sun,
ഏതൊക്കെയാണ് heavenly bodies? The sun, the moon, and the stars. Sun spelling S-U-N, moon spelling M-O-O-N, moon, star spelling S-T-A-R-S, stars. Heavenly bodies, heavenly spelling, heavenly spelling H-E-A-V-E-N-L-Y, heavenly bodies, B-O-D-I-S. Then the sun, the moon, and the stars are called heavenly bodies. What are called heavenly bodies? The sun, the moon, and the stars. The planets are also heavenly bodies. പിന്നീട് എന്തൊക്കെയുണ്ട്? സണ്ണും മൂണും സ്റ്റാർസും മാത്രമല്ല, പ്ലാനറ്റ്സ്, 8 planets are there. 8 planets are there. That also called heavenly bodies. They move around the sun. Planets are move around the sun. Planets സൂര്യനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. Okay. Planets are move around the sun. The sun and the 8 planets form the solar system. Sunnum അതിന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന 8 പ്ലാനറ്റ്സും കൂടി ചേരുന്നതാണ് solar system. The sun and the 8 planets are formed the solar system. Solar system എന്തൊക്കെയാണുള്ളത്? സണ്ണും സണ്ണിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന 8 planets. Okay. That 8 planets are Mercury. അപ്പൊ ആ 8 പ്ലാനറ്റ്സിനെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. We live on the planet Earth. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഏത് പ്ലാനറ്റിലാണ്? എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റില്, എർത്ത്. So 8 planets and sun form the solar system. The 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. Okay. Heavenly bodies are, what are called the heavenly bodies are? The sun, the moon, and the stars are called heavenly bodies. Then, and planets also heavenly bodies. The sun and the 8 planets form the solar system. Sunnum ആ 8 planetsum കൂടി ചേർന്നതാണ് solar system. The 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. What are the 8 planets? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. Okay. By heart these planets names. All of you want to by heart this planet's name. By heart the spelling and planet's name. Mercury, Venus, yes, Rishikesh, Abhilash. എന്താ പറഞ്ഞേ? കേൾക്കുന്നില്ലേ? ആർക്കും എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? ഇല്ലേ? അവിടെ എന്തോ പ്രോബ്ലം ആണ് തോന്നുന്നത്. നോക്കിക്കേ. എത്രയാ പേജ് നമ്പർ? പേജ് നമ്പർ 221. 221. Page number 221. കിട്ടിയോ? Social studies 221. Up in the sky. Then the sun, the moon, and the stars are called heavenly bodies, and the 8 planets are also
heavenly bodies. Then the planets move around the sun. Planets move around the sun. The sun and the 8 planets are form the solar system. The 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. We live on planet Earth. Then, in this class, you want to learn the 8 planets and their spellings. എന്തൊക്കെയാ പഠിക്കേണ്ടത്? 8 planetsഉം അതിന്റെ സ്പെല്ലിങ്സും. അടുത്ത ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. എന്നോട് പറയണം 8 പ്ലാനറ്റ്സിന്റെ സ്പെല്ലിങ്ങും പ്ലാനറ്റ്സിന്റെ പേരും. റെഡി അല്ലേ? റെഡി അല്ലേ? യെസ് റെഡി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിങ്ങള് എന്ത് പഠിക്കണം? ഇപ്പോഴിരുന്ന് പഠിച്ചു വേഗം. 8 പ്ലാനറ്റ്സും അതിന്റെ സ്പെല്ലിങ്സും. അതായത് 2:30-ക്കുള്ള ക്ലാസ്സിന്. ഓക്കെ, സമയമുണ്ട് ഇഷ്ടം പോലെ. 8 പ്ലാനറ്റ്സ് സ്പെല്ലിങ്സും പഠിക്കണം. ആ പാരഗ്രാഫ് മനസ്സിലായില്ലേ? The sun, the moon, and the stars are called heavenly bodies. Then planets are also heavenly bodies. Planets move around the sun. The sun and the 8 planets form solar system. Solar system എന്ന് പറയുന്നത് സണ്ണും and 8 planets കൂടെ കൂടിച്ചേർന്നാണ്. The 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. Then spelling: Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. ലേറ്റ് ആയിട്ട് വന്നവരെല്ലാവരും ആ ഗെറ്റ് സ്റ്റാർട്ടഡ് എഴുതിയായിരുന്നോ? ലേറ്റ് ആയിട്ട് ക്ലാസ് കയറിയവർ ഇനി ലേറ്റ് ആവരുത് കേട്ടോ. ഒരിക്കലും നേരത്തെ ക്ലാസ് കയറിക്കും. എന്താണേലും 5 മിനിറ്റ് മുമ്പ് ഞാൻ ക്ലാസ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ കയറണം, അങ്ങനെ ലേറ്റ് ആവരുത് കേട്ടോ. ഇപ്പൊ അതൊന്ന് നോക്കിക്കോ എല്ലാവരും. എഴുതാത്തവര് where do you see the following? Get started. Where do you see the following? Write S for sky or L for land. സണ്ണിൽ സ്കൈയിൽ കാണുന്നതാണെങ്കിൽ സണ്ണ് എസ് എന്ന് എഴുതണം. ലാൻഡിൽ കാണുന്നതാണെങ്കിൽ എൽ എന്ന് എഴുതണം. സൺ സൺ എസ്, ഹൗസ് എൽ, ട്രീസ് എൽ, ബ്രിഡ്ജ് എൽ, സ്റ്റാർസ് സ്കൈ എസ്, ഹിൽ എൽ, മൂൺ എസ്, റിവർ L, snow yes. Next class നമുക്ക് സണ്ണിനെ കുറിച്ച് കൊടുക്കാം. സണ്ണും the moon and the stars are called heavenly bodies. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സണ്ണിനെ കുറിച്ച് പഠിക്കാം. അത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ 8 പ്ലാനറ്റ്സും അതിന്റെ സ്പെല്ലിങ്ങും പഠിച്ചിരിക്കണം. 8 പ്ലാനറ്റ്സും അതിന്റെ സ്പെല്ലിങ്സും. ഓക്കെ, 8 planets and spellings. എല്ലാവരും അല്ലനെ എല്ലാവരും വേഗം പഠിക്കണേ. ഇപ്പൊ പഠിച്ചോ, സമയമുണ്ടല്ലോ. ഞാൻ കാണട്ടെ നിങ്ങൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നില്ലല്ലോ മുഹമ്മദ് ആൽഫ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ.
ഓക്കെ ബൈ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ട് വരണേ സ്പെല്ലിംഗ്. ബൈ.